ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ എനിക്കേറെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, കൽപ്പറ്റയിലെ പിയോഫൺ ധ്യാന കേന്ദ്രത്തിലേക്ക് നമുക്ക് ഒത്തുകൂടാം. വെളുപ്പിന് 3 മണി നേരത്ത് കെട്ടപ്പെട്ട ഈശോ നമ്മളെ കാത്തിരിക്കുന്നു. നിങ്ങളെ ഒരു കെട്ട് ഇന്ന് അഴിക്കും. നമുക്ക് കുടുംബത്തോട് ചേർന്ന് നിന്ന് ഈശോയ്ക്ക് ഒരു സ്തുതിയില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾക്കൊക്കെ ഒരു സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയൊക്കെ ഇന്ന് അനുഗ്രഹിച്ച് ഒരു കെട്ട് അഴിച്ചു തരും. നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കെട്ടപ്പെട്ട ഈശോയുടെ സന്നിധിയിൽ പിയോഫൺ ധ്യാന കേന്ദ്രത്തിൽ നിൽക്കാം. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈശോ എനിക്ക് ഈ സമയത്ത് തരുന്ന ഒരു സന്ദേശം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവഭക്തിയുള്ള ദൈവഭയമുള്ള മക്കൾക്കും ഞാൻ പങ്ക് വയ്ക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം വചനം. ഈശോ ഒരു കാനാന്യ സ്ത്രീയോട് പറയുകയാണ്, മകളെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ സംഭവിക്കട്ടെ. തൽക്ഷണം അവളുടെ മകളുടെ രോഗം ഭേദമായി. ഈശോ ഒരു പെൺകുട്ടിയോട് പറയാണ്, നിൻ്റെ വിശ്വാസം വലുതാണ്, അല്ലേ? അപ്പോൾ വലിയ വിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ടെന്നർത്ഥം. അതുകൊണ്ടല്ലേ ഈശോ തന്നെ അങ്ങനെ പറഞ്ഞത്, നിൻ്റെ വിശ്വാസം വലുതാണ്. അപ്പം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിൻ്റെ വിശ്വാസം വലുതാണോ അതോ താരതമ്യേന ചെറുതാണോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. ഈ കുട്ടിയുടെ വിശ്വാസം വലുതാണ്. അതറിയണമെങ്കിൽ അവളുടെ ജീവിതത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ നമ്മളൊന്ന് കടന്ന് ചെല്ലണം. ഒന്നാമത്, ഈ കുട്ടി തൻ്റെ ജനനം തന്നെ ഈശോയിലേക്ക് വരാൻ, ഈശോയിൽ നിന്നൊരു അനുഗ്രഹം പ്രാപിക്കാൻ, ഈശോയിൽ നിന്നൊരു കൃപ സ്വീകരിക്കാൻ തടസ്സമാണ് ജനനം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതൊരു കാനാന്യ സ്ത്രീയാണ്. കാനാന്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വേള ഇതൊരു ആദിവാസി പെൺകുട്ടിയാണെന്ന് പറയേണ്ടി വരും. യഹൂദരാകട്ടെ ഉന്നത കുലജാതരുമാണ്. അതിലെ ഒരാളാണ് ഈശോ. അതുകൊണ്ട് തന്നെ ജാതി അല്ലെങ്കിൽ മതം, വർഗം, വർണ്ണമെന്നൊക്കെ പറയുന്ന ഈ കുട്ടിക്ക് തടസ്സമാണ്. ജനനത്താൽ ഈ കുട്ടിക്ക് ഈശോയിലേക്ക് വരാനായിട്ട് തടസ്സം ആയിരുന്നു. പ്രത്യേകിച്ച് കാനാന്യരെ യഹൂദർ വെറും താഴെക്കടയുള്ള മനുഷ്യരായിട്ടാണ് കണ്ടിരുന്നത്. അവരെ ഇൽ ട്രീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരിലൊരു ദൈവത്തിലേക്ക് വരാൻ ഈ കുട്ടിക്ക് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടായി കാണും, അല്ലേ? ഞങ്ങളെയൊക്കെ വെറും താണകടയിൽ കാണുന്നവരുടെ ഒരു ദൈവം. പക്ഷേ ആ ചങ്ങല അവൾ പൊട്ടിച്ചതായിട്ടാണ് വചനം പറയുന്നത്. കാനാന്യർക്ക് യഹൂദരുടെ ഭയങ്കരമായ ശത്രുത ഉണ്ടായിരുന്നു. പക്ഷേ ആ ശത്രുതയും എല്ലാം, ആ ജനതത്താൽ അവൾക്ക് വന്ന തടസ്സങ്ങളെ അവൾ ധീരമായിട്ട് നേരിട്ടു. 2, അവളുടെ അജ്ഞത അവൾക്ക് തടസ്സമായിരുന്നു. യഹൂദർക്ക് താരതമ്യേന ദൈവനിവേശിതങ്ങളായിട്ടുള്ള വാഗ്ദാനങ്ങൾ അറിയാം, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ രഹസ്യമറിയാം, ദൈവത്തോടൊപ്പം ഇരിക്കുന്ന അവസ്ഥയിൽ അവർക്കെല്ലാം അറിയാം. ഒരു കാനാന്യ സ്ത്രീക്ക് ഇതൊന്നുമില്ല, അല്ലേ? ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, നടപടി പുസ്തകത്തിൽ പറയുന്ന ഒരു വാഗ്ദാനവും ഇവൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. സങ്കീർത്തകൻ്റെ മനോഹരമായ സങ്കീർത്തനമൊന്നും ഇവൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. അജ്ഞതയാണ്, അറിവില്ലായ്മ ഒരു തടസ്സമായിരുന്നു. ഇഗ്നറൻസ്, അവൾക്ക് അറിവില്ലായിരുന്നു, അതൊരു തടസ്സമായിരുന്നു. പക്ഷേ ആ അജ്ഞതയൊന്നും അവൾക്ക് വിഷയമായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 3, ശിഷ്യന്മാർ തന്നെ അവൾക്ക് തടസ്സം സൃഷ്ടിച്ചു. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഓരോ ദിവസവും ഈശോയുടെ അടുക്കിലേക്ക് അനേകായിരങ്ങൾ ഇങ്ങനെ വരികയാണ്. അവരെയൊക്കെ നിയന്ത്രിക്കാനും ഓരോരുത്തരുടെ കാര്യങ്ങൾ കേട്ട് ഈശോയ്ക്ക് അവതരിപ്പിക്കാനുള്ള ഭാരിച്ച ജോലി ഈ അപ്പോസ്തലന്മാർക്കാണ്, ശിഷ്യന്മാർക്കാണ്. അപ്പോൾ അങ്ങനെ ക്ഷീണിച്ചു. ഒരു ദിവസം മുഴുവൻ ഈശോ ഇങ്ങനെ കേട്ട്, ശിഷ്യന്മാരിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ മനുഷ്യരല്ലേ, അവർ ക്ഷീണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രദോഷമായപ്പോൾ
ഇതാ ജനക്കൂട്ടത്തിൽ ഇടയിൽ നിന്നൊരു പെൺകുട്ടി കടന്നു വരികയാണ്. സ്വാഭാവികമായിട്ടും അവർ തടഞ്ഞിട്ടുണ്ട്. അവിടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് പറഞ്ഞു വിടുന്നതാണ് അവർ പറയുന്നത്. ഈശോയോട് പറയാണ് അവർ, അല്ലേ, അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഈശോയോടൊപ്പം വിശ്രമമാണ് അവരുടെ മനസ്സിൽ. അപ്പോഴാണ് ഒരു പെൺകുട്ടി വലിയൊരു ആവശ്യമായിട്ട് വരികയാണ്. ശല്യം ചെയ്യുന്നു, എന്തേലും കൊടുത്ത് വിടുക എന്നാണ് ശിഷ്യന്മാർ പറയുന്നതും അവളെ തടുക്കുന്നതും. ഗുരു ക്ഷീണിതരാണ്. ഗുരുവിനെ ഇനി നിങ്ങൾ ശല്യം ചെയ്യരുത്, നിങ്ങൾ പോയിട്ട് നാളെ വാ. അങ്ങനെ ശിഷ്യന്മാർ അവളെ തടുക്കുന്നു. അതിനെയും അവൾ അതിജീവിച്ചതായിട്ട് വേണം കരുതാൻ. പിന്നീടാണ് അവസാനത്തെ പ്രതിസന്ധിയിലേക്ക് അവൾ വരുന്നത്. ഈശോ തന്നെ അവൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈശോയിലേക്ക് വരുന്ന ഒരു മകനെ, മകളെ ഈശോ തടുക്കുമോ? പക്ഷേ ഈ വചനഭാഗം നിങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈശോ തടുത്തു. ഈശോ അവളോട് പറയുന്നു, ഇസ്രയേലിലെ നഷ്ടപ്പെട്ട ആടുകളിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളിലേക്കല്ലെന്നാണ് ഈശോ പറയുന്നതിൻ്റെ പൊരുൾ. അതല്ലേ പറയുന്നത്? മക്കൾക്ക് കൊടുക്കാനുള്ളത് നായ്ക്കൾക്ക് വിളമ്പാൻ പറ്റുമെന്ന് വരെ ആ രൂക്ഷമായ വാക്കുകളാണ് ഈശോ ഉപയോഗിക്കുന്നത്. അല്ല, നായ്ക്കളോട് ഉപമിക്കുകയാണ്, അല്ലേ? നമുക്ക് ഈശോയുടെ ഈ വാക്കുകൾ വിശ്വസിക്കാനാവുമോ? ദൈവവചനം അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നേരെ നോക്കി പറഞ്ഞു, ഞാൻ വന്നത് നഷ്ടപ്പെട്ട ആടുകളെ, ഇസ്രയേലെ ആടുകളുടെ അടുക്കലേക്കാണ്. എനിക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ സാധ്യമല്ല. മക്കൾ കരയുമ്പോൾ അവർക്കല്ലേ ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത്, നായ്ക്കല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവളുടെ വിശ്വാസം വലുതാണെന്ന് ഈശോ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇത്രയും പ്രതിസന്ധികളെ നേരിട്ടിട്ട് അവൾ അവസാനമായിട്ട് ഈശോയോട് പറഞ്ഞു, നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ട് വിശപ്പടക്കുന്നില്ലേ? എന്തൊരു വിശ്വാസമാണല്ലേ! നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇത്രയും പ്രതിസന്ധി കടന്നിട്ട് നമ്മൾ ഈശോ എടുത്ത് വരുമോ? അതാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്. നിൻ്റെ വിശ്വാസം ചെറുതാണോ വലുതാണോ? കാനാന്യ സ്ത്രീയുടെ വിശ്വാസം വലുതാ. ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രതിസന്ധികൾ വന്നപ്പോഴും അവൾ സധൈര്യം ഈശോയുടെ അടുക്കൽ വരികയും അവൾക്ക് എന്താണോ ആവശ്യമായിരുന്നത് അത് നേടുകയും ചെയ്തു. കൈകളൊന്ന് കൂപ്പാവും. ചുമ്മാ ഒന്ന് പ്രാർത്ഥിക്ക്. കാനാന്യ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ ഒരംശമെങ്കിലും കർത്താവേ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലേ? ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സഭ വിട്ടുപോകും, കൂദാശ ഉപേക്ഷിക്കും, അല്ലേ? നമ്മൾ മറ്റു സഭകളിലേക്കൊക്കെ പോകും, നമ്മൾ അച്ഛന്മാരെയൊക്കെ ചീത്ത വിളിക്കും, അല്ലേ? ഒരു പ്രതിസന്ധി വന്നാൽ മതി. ഒന്നിനു പുറകെ ഒന്നായിട്ട് അനവധി പ്രതിസന്ധികൾ വരുമ്പോൾ അവളുടെ വിശ്വാസം കണ്ടു. വെറുതെ അല്ല ഈശോ പറഞ്ഞത്, അവളെ പരീക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം ഈശോ ആ വാക്കുകൾ പറഞ്ഞത്. അതിനെ അവൾ സധൈര്യം നേരിടുകയും വിജയിക്കുകയും ചെയ്തു. ആ കുട്ടിയുടെ വിശ്വാസം, അതിൻ്റെ ഒരു ഓഹരി ചോദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കെട്ടപ്പെട്ട ഈശോയുടെ മുന്നിൽ ഒരുപക്ഷെ പ്രതിസന്ധിയുള്ള മക്കളെ, കെട്ടുവീണ മക്കളെ ഒന്ന് നിന്നേ, മുൾക്കിരീടമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അണിഞ്ഞേ, കല്ലും മണ്ണും കൊണ്ടൊക്കെ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തിക്കേ, കൈകൾ വിരിച്ചു പിടിച്ച്, നിനക്കുമുണ്ട് കാനാന്യ സ്ത്രീയെപ്പോലെ ചില തടസ്സങ്ങൾ, അല്ലേ? ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം പ്രാപിക്കാൻ ഇത്രയും കാലം തടസ്സമായിരുന്നു. എന്നാൽ ആ തടസ്സവും ആ കെട്ടും ഈശോ എന്ന് നിങ്ങളോടും പറയാ, മക്കളെ, വെളുപ്പിന് 3 മണിക്ക് എന്നോടൊപ്പം ഉണർന്നത് കൊണ്ട് നിൻ്റെ വിശ്വാസം വലുതാണ്. അങ്ങനെയെങ്കിൽ കൈ വിരിച്ചു പിടി, അച്ഛനോടൊപ്പം ആ കെട്ട് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്ക്, പ്രാർത്ഥിക്കുക. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി, എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. ആമേൻ. ഹൃദയത്തിൽ ഈശോയ്ക്ക് സന്തോഷത്തോടെ ഒരു നന്ദി പറയുന്നതോടൊപ്പം ഈശോയോട് പറ, ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ PO ഫണ്ട് ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും. നാളിതുവരെ കിട്ടിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരിമഹത്വം കൊടുത്തെന്ന് പറഞ്ഞ്, നിൻ്റെ വഴികളെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്, നിൻ്റെ കുടുംബത്തെ കർത്താവ് തൊട്ടിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ വ്യാഴാഴ്ചയുമാണ് നമ്മുടെ ശുശ്രൂഷ. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമുക്ക് കൗൺസിലിംഗ് ഉണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ ഹോം മിഷൻ നടത്തുന്നു. ഇടവക ധ്യാനമുണ്ട്. മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിൽ ഉണ്ട്. ഈ സദ്വാർത്തയ്ക്ക് എല്ലാവരോടും പറയണം,
ഒപ്പം അച്ഛൻ തന്ന ഈ ഇന്നത്തെ വിശുദ്ധമായ ആ സന്ദേശം നിൻ്റെ വിരൽത്തുമ്പിലൂടെ അനേകരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാവൂ. അത്ര അനുഗ്രഹം നിനക്കും നിൻ്റെ കുടുംബത്തിനും കിട്ടും. ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും തൊഴിലിടങ്ങളെയും മക്കളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.